ഇപ്പോൾ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 234 എംഎൽഎമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി DMK നിയമസഭാ കക്ഷിയോഗം തീരുമാനിച്ചിരുന്നു. சமூக நீதி, சமத்துவம் மற்றும் சகோதரத்துடன் கூடிய கொள்கை வழி அரசியல் தனித்துவம் என்பதை தலைமைத்துவமாக கொண்டு சமரசமற்ற மக்கள் மனநிலையை மாநில நலன்கள் அடிப்படையாக கொண்ட நிலத்தன்மை கொண்ட கொள்கைகளை அடிப்படையாக வகுத்து பகுத்தறிவு பகலவன் தந்தை பெரியார், பெருந்தலைவர் காமராஜர், சட்ட மாமேதை டாக்டர் அண்ணல் அம்பேத்கர், சுதந்திர போராட்ட வீரர் வீரமங்கை ராணி வேலு நாச்சியார், மக்கள் சேவர் அஞ்சலை அம்மாள் என கொள்கை தலைவர்களின் வழி நின்று செயலாற்ற முனைந்துள்ள மாண்புமிகு முதலமைச்சர் பாசமிகு வெற்றி தலைவர் அவர்களுக்கு என்னுடைய வாழ்த்துக்களை மீண்டும் தெரிவித்துக் கொள்கிறேன். பொதுமக்களால் தேர்ந்தெடுக்கப்பட்டு அவர்களின் பிரதிநிதிகளாக பெருமைமிக்க இப்பேரவையிலே அமர்ந்து தமிழ் மக்களுக்கு தொண்டாற்றும் மிக பெருமை பொறுப்பினை ஏற்று நாம் வந்துள்ளோம். உறுப்பினர்கள் இதனை கருத்தில் கொண்டு பேரவையின் பணியாற்ற வேண்டியது நமது கடமை என்பதை அனைவரும் ஏற்றுக்கொள்வீர்கள் என்று நான் நம்புகிறேன். பேரவைக்கு உறுப்பினர்களது தேர்ந்தெடுக்கப்பட்டுள்ள நாம் இப்பேரவையின் அலுவலர்கள் ஏற்று நடத்துவதற்கு முன் இந்திய அரசியலமைப்பு சட்டத்தின்படி அதற்குரிய உறுதிமொழியை எடுத்துக்கொள்ள வேண்டும். முதலில் மாண்புமிகு முதலமைச்சர் மற்றும் அமைச்சர்களையும் பிற சட்டமன்ற செயலாளத்திற்கு தகவல் தெரிவிக்கப்பட்டுள்ளதன் அடிப்படையில் மாண்புமிகு சட்டமன்ற கட்சி தலைவர்களையும் முன்னாள் முதலமைச்சர்கள், முன்னாள் அமைச்சர்கள் மற்றும் முன்னாள் அரசு தலைமை கொறடா ஆகியோருக்கு பிறகு அகர வரிசைப்படி உறுப்பினர்கள் பெருமக்களை பிராமணம் அல்லது உறுதிமொழி எடுத்துக்கொள்ள சட்டமன்ற பேரவையின் முதன்மை செயலாளர் அவர்கள் அழைப்பார்கள். அவ்வாறு அழைக்கப்பட்டவுடன் ஒவ்வொருவராக வந்து சட்டமன்ற பேரவை உறுப்பினர்கள் தேர்ந்தெடுக்கப்படுவதற்கான தேர்தல் സാധ്യതകളെ അപ്പോൾ തമിഴ്നാട്ടിൽ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഷബീൻ മെഹബൂബ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷബീൻ, 234 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് അവിടെ പുരോഗമിക്കുന്നത്. അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുന്നുമുണ്ടാവുമല്ലോ? ഇല്ലാതെ നോക്കാനാണ് ശ്രമം. ഇന്നലെ തന്നെ മന്ത്രിസഭ യോഗത്തിന് ശേഷം ഇവർ പ്രഖ്യാപിച്ചിരുന്നു തമിഴ് വായത്തിന് ശേഷമായിരിക്കും വന്ദേമാതരം ആലപിക്കുക എന്നുള്ളത്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. 233 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക. 234 എംഎൽഎമാരിൽ ഒരാൾ വിജയിയാണ്. വിജയ് 2 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു. അതിൽ തിരിച്ച് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയ് ഇന്നലെ തന്നെ രാജിവെച്ചിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പ്രോടൈം സ്പീക്കറായിട്ട് ഷോളവന്തൻ MLA കറുപ്പയെ തെരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹമാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. തായ് വായത്തിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി DMK നിയമസഭാ കക്ഷി യോഗം തെരഞ്ഞെടുത്തിരുന്നു. ഇന്നലെയാണ് മന്ത്രിസഭ അധികാരമേറ്റത്. വിജയ് മുഖ്യമന്ത്രിയായും 9 മന്ത്രിമാരായും കഴിഞ്ഞ ദിവസം ചുമതലയേറ്റിരുന്നു. വിജയ് അധികാരമേറ്റ ഉടനെ തന്നെ 3 സുപ്രധാന ഫയലുകളിൽ ഒപ്പുവെച്ചിരുന്നു. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായി സിംഗപ്പൺ എന്ന പേരിൽ പ്രത്യേക സേന പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം ലഹരി വിരുദ്ധ യൂണിറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നു. യഥാർത്ഥ മതേതരത്വത്തിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ പുതുയുഗത്തിൻ്റെ പിറവിയായിരിക്കും ഇനി തമിഴ്നാട്ടിൽ സംഭവിക്കുക എന്നും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് പ്രഖ്യാപിച്ചിരുന്നു. ശരി, ഷബീൻ മെഹബൂബാണ് വിവരങ്ങൾ നൽകിയത്.